സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 13-ാം തിരുവചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അത് ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യ വ്യക്തി തൻ്റെ ഇന്നലകളിലെ തെറ്റുകളെയോ പാപത്തെയോ അവിശ്വസ്തതയോ മറച്ചു വെച്ച് ജീവിതം മുമ്പോട്ട് പോയാൽ ഓരോ ദിവസം കഴിയും തോറും അവൻ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി ഒരു പാപം ചെയ്താൽ ഒരിക്കലും ആ ഒരു പാപം കൊണ്ട് തീരിയല്ല. പാപത്തിൻ്റെ പ്രത്യേകത ഒന്ന് ചെയ്താൽ വീണ്ടും വീണ്ടും ആ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. പാപത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, ഏത് പാപവും ചെയ്ത് 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 അവനെ അടിമപ്പെടുത്തുക എന്നുള്ളതാണ്. ഏത് പാപത്തിൻ്റെയും മൂന്നാമത്തെ പ്രത്യേകത, ഏത് പാപത്തിനും ശിക്ഷയുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ നാളുകളിൽ കൂടുതലായിട്ട് ചിന്തിക്കുന്നതിന് വേണ്ടി തിരുസഭ മാറ്റിവെച്ചിരിക്കുന്നതാണ് നോമ്പുകാലം. ഈ നോമ്പുകാലത്ത് കഴിഞ്ഞ നാളുകളിൽ ആവർത്തിച്ച് ചെയ്തു പോകുന്ന പാപങ്ങളുണ്ടോ? എന്നെ അടിമപ്പെടുത്തി രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ബന്ധനത്തിലാക്കിയിരിക്കുന്ന പാപങ്ങളുണ്ടോ? പാപത്തിന്റെ പ്രത്യേകത അവൻ അടിമപ്പെടുത്തും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ, മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പുകവലിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, ഈ തെറ്റായ സൈറ്റുകൾ കാണുന്ന പ്രവണതയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. എന്താണെന്നറിയോ സാധിക്കാത്തത്? സാധിക്കാത്തതിൻ്റെ കാരണം പാപത്തിൻ്റെ അടിമത്വമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഏത് പാപം ചെറുതാകട്ടെ വലുതാകട്ടെ ചെയ്തു പോയാൽ എന്നെ അടിമപ്പെടുത്തും. ചെയ്തു പോയാൽ എന്നെ വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കാനായിട്ടുള്ള പ്രേരണ. ഇതാണ് പ്രലോഭനായ പിശാച് എപ്പോഴും മനുഷ്യനിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വചനം എന്താ പറയുന്നത്? വചനം പറയുന്നത് കുറ്റങ്ങൾ, പാപങ്ങൾ, തിന്മ പ്രവൃത്തികൾ, അവിശ്വസ്തയുടെ പ്രവൃത്തികൾ അത് മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവന് വിജയം കിട്ടുകയില്ല, അവന് ഉയർച്ച കിട്ടുകയില്ല. അവൻ എത്ര പഠിച്ചാലും പരീക്ഷയ്ക്ക് വിജയം കിട്ടിയല്ല, അവൻ എത്ര ഡിഗ്രി നേടിയാലും അവന് ഒരു ഉയർന്ന ജോലി കിട്ടിയല്ല. അപ്പം എന്ത് ചെയ്യണം? വചനം ആവർത്തിക്കുകയാണ്, അതിനെ പരിത്യജിച്ച് അതിനെ ഉപേക്ഷിച്ച് തെറ്റിപ്പോയി എന്ന ചിന്തയിൽ തിരിച്ചു വരുന്നവനോട് കർത്താവ് കരുണ കാണിക്കും. തിരിച്ചു വരുന്നവനോട് കർത്താവ് കരുണ കാണിക്കും. അതാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ാം വചനം. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാർ, അർത്ഥം വിശുദ്ധിയിൽ ജീവിക്കുന്നവർ, നന്മയിൽ ജീവിക്കുന്നവർ, വിശ്വസ്ത ജീവിക്കുന്നവർ, അവർ കർത്താവിൻ്റെ കൂടെയാണ്. കർത്താവിൻ്റെ കൂടെ ആയതുകൊണ്ട് അവരെക്കുറിച്ച് എന്നതിനേക്കാൾ കർത്താവിൻ്റെ കൂടെയുള്ള അവരെക്കാൾ എന്നതിലധികമായി വർഷങ്ങളായി, നാളുകളായി പാപത്തിലും തെറ്റിലും ദുശീലത്തിലും തിന്മയ്ക്കും അടിമപ്പെട്ട് കഴിയുന്ന ഒരു പാപി മാനസാന്തരപ്പെട്ട് പാപത്തെ ഉപേക്ഷിച്ച് തിരിച്ചു വരുമ്പോഴാണ് കർത്താവ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും കർത്താവിനോട് ആയിരിക്കുന്നതിലാണ്. ആ സന്തോഷം എനിക്ക് അനുഭവിക്കണമെങ്കിൽ ഞാൻ ചില താൽക്കാലിക സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി പിടിച്ചു വച്ചിരിക്കുന്ന പാപത്തിൻ്റെ പ്രവൃത്തികളുടെ സുഖം വിടണം. തിന്മ പ്രവൃത്തിയുടെ ആ ഒരു അതുമൂലമുള്ള സന്തോഷം വിടണം. അത് വിട്ടാലേ കർത്താവിന് കരുണ കാണിക്കാൻ
പറ്റുള്ളൂ. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം തിരിച്ചു തരാൻ പറ്റുള്ളൂ. സ്നേഹമുള്ളവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അപ്പനും അമ്മയും അവരുടെ മൂന്നാമത്തെ മകൻ 32 വയസ്സുള്ള ആ സഹോദരനെയും കൊണ്ട് എൻ്റെ അടുക്ക് വന്നു. ഈ അപ്പനും അമ്മയും കോളേജ് ലെക്ചർമാരാണ്. അവർ ഇപ്പോൾ റിട്ടയർ ആയിരിക്കുന്നു. അവർക്ക് 3 ആൺമക്കളാണ് ഉള്ളത്. 2 പേരുടെയും വിവാഹം നടന്നു. 3 പേരും ജോലിക്കാരാണ്. ഇപ്പം മൂന്നാമത്തെ മകൻ, അവർ പറയുന്നു, കഴിഞ്ഞ 4 വർഷങ്ങളായി ഈ മകന് വേണ്ടി വിവാഹം ആലോചിക്കുകയാണ്. മകൻ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ IT മേഖല പഠിച്ചാണ് നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് നല്ല ഉയർന്ന നിലവാരമുള്ളവർ വിവാഹം ആലോചിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിലാണ് ആ മകനെയും കൊണ്ട് അപ്പനും അമ്മയും എൻ്റെ അടുക്കൽ വന്നത്. ഞാൻ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രേരണ, ഇവൻ കഴിഞ്ഞ നാളുകളിലെ തെറ്റുകളെ മറച്ചു വെച്ച് ജീവിക്കുന്നൊരു പ്രവണതയുണ്ട്. അത് ഇവൻ്റെ വിവാഹം നടക്കുന്നൊരു തടസ്സമാണ്. എന്തോ ഇന്നലകളിലെ പാപത്തിൻ്റെ പൂർണ്ണമായിട്ടും അനുതപിച്ചേറ്റ് പറയാത്തത് മൂലം പാപക്ഷമ കിട്ടാത്ത ഒരു തടസ്സം ഇവനിൽ കിടപ്പുണ്ട്. ഞാൻ അപ്പനും അമ്മയും മുറിയുടെ പുറത്തിരുത്തിയ ശേഷം അവനെ എൻ്റെ മുറിയിലെ കസേര ഇരുത്തി ഞാൻ ഇവനോട് സംസാരിച്ചു. അപ്പോൾ ഇവൻ 5ാം ക്ലാസ് മുതൽ അൾത്താരയിൽ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് സഹായിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. +2 വരെ അവൻ അൾത്താര ബാലനായിരുന്നു. അപ്പം ഈ നാളുകളിലാണ് ഏതോ അവിശ്വസ്തയുടെ ഒരു പ്രവൃത്തി ഇവനിൽ ഒരു ബ്ലോക്കായിട്ട് കിടക്കുന്നു. അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ മറന്നു കിടന്ന ഒരു കാര്യം പെട്ടെന്ന് അവൻ്റെ ഓർമ്മയിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. അവൻ സംസാരിക്കുന്ന തടസ്സം, അവൻ ഒച്ച ക്ലിയർ ആകുന്നില്ല, അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുകയാണ്. ഞാൻ അവനെ സാന്ത്വനപ്പെടുത്തി. അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, അൾത്താര ബാലന്മാരായിട്ടുള്ള മറ്റ് ആൾക്കാരെക്കാൾ, മറ്റു കുട്ടികളെക്കാൾ എന്നെ എല്ലാവർക്കും വിശ്വാസമായിരുന്നു. അപ്പം അതുകൊണ്ട് വികാരിച്ചൻ ഓരോ ഞായറാഴ്ചയും കുർബാനയ്ക്ക് മധ്യേ എടുക്കുന്ന സ്തോത്രക്കാഴ്ച, ഇത് എടുക്കാനും സൂക്ഷിക്കാനും എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഞാനത് എണ്ണുന്ന കൈക്കാരന്മാരുടെ കൊടുക്കും. ഇങ്ങനെ വിശ്വസ്തതാപൂർവം ചെയ്യേണ്ട ജോലി എനിക്ക് ഏതോ ഒരു അത്യാവശ്യ കാര്യത്തിന് വീട്ടിൽ ചോദിച്ചപ്പം അപ്പം കാശ് തന്നില്ല. അങ്ങനെ ഒരു പ്രേരണ, പിശാചിൻ്റെ പ്രേരണ എന്താണെന്നറിയോ? സ്തോത്രക്കാഴ്ചയായി കാഴ്ച സമർപ്പണത്തിനായി നൽകിയിരിക്കുന്ന പണത്തിൽ നിന്ന് ഇവൻ 5 പ്രാവശ്യം 100ൻ്റെയും 500ൻ്റെയും നോട്ട് എടുത്തിട്ടുണ്ട്. ആ പ്രവൃത്തി ആരും അറിഞ്ഞില്ല. ഇവൻ ഈ തെറ്റിനെ ഓർത്ത് അനുതപിച്ച് കുമ്പസാരിച്ചിട്ടുമില്ല. നാളുകളായിട്ട് ഇവൻ ചെയ്ത ഈ ഗൗരവമായ തെറ്റ്, ആ തെറ്റിനെ ഓർത്ത് അനുതപിച്ച് ഏറ്റുപറയാതെ നാളുകളായിട്ട് അവൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അവന് പുണ്യത്തിൻ്റെതായ സുഹൃതം, പുണ്യത്തിൻ്റെതായ ചൈതന്യം അവനിലേക്ക് ഒഴുകി വരുവാൻ അവൻ്റെ ഉള്ളിൽ ഈ ഒരു പാപ തടസ്സമായി കിടക്കുക. കഴിഞ്ഞ 4 വർഷമായിട്ട് വിവാഹം അന്വേഷിച്ചിട്ട് വിവാഹം നടക്കാൻ വേണ്ടി വിവാഹാലോചന നടത്തിയിട്ടും കാര്യം നടക്കുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നു, ഇവനിൽ ഈ ഒരു പാപത്തിൻ്റെ പ്രവൃത്തി ബ്ലോക്കായി കിടക്കുകയാണ്. അവന് കാര്യം മനസ്സിലായി. ഞാൻ ഈ പ്രവൃത്തി അവൻ്റെ അപ്പനോട് അമ്മയോട് പറയാലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഏറ്റവും അടുത്ത് ഒരാഴ്ച ധ്യാനത്തിൽ കൂടുക. എന്നിട്ട് ആ ധ്യാനത്തിൽ വെച്ച് അനുതപിച്ച് നന്നായിട്ട് ഒരു കുമ്പസാരം നടത്തുക.
തിരിച്ച് ഞാൻ അപ്പനെയും അമ്മേനെയും കൂടെ മുറിയിലകത്തേക്ക് വിളിച്ചു. ഇത് പറഞ്ഞു, സാധിക്കുമെങ്കിൽ നിങ്ങൾ 3 പേരും കൂടെ അടുത്തൊരു ധ്യാനത്തിൽ കൂടുന്നത് നല്ലതാണ്. ഏതായാലും നിർബന്ധമായിട്ട് ഇവൻ കൂടണം. അങ്ങനെ അവർ 3 പേരും കൂടെ ധ്യാനം കൂടാം എന്ന് സമ്മതിച്ചു. അടുത്ത നാളുകളിൽ ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ അവർ വന്ന് ധ്യാനത്തിൽ കൂടി. അവർ ധ്യാനം കഴിഞ്ഞപ്പോൾ തിരിച്ചെൻ്റെ അടുത്ത് വന്നു. മകന് വലിയൊരു സന്തോഷമായി. കാരണം അവൻ ആ ധ്യാനത്തിൽ വെച്ച് നാളുകളായിട്ട് അവനെ പിടികൂടിയിരുന്ന ആ കളവിൻ്റെ പ്രവൃത്തിയെ അനുതാപത്തിൽ കർത്താവിന് മുമ്പിൽ ഏറ്റുപറഞ്ഞു നല്ല കുമ്പസാരം നടത്തി. അവന് ആന്തരിക സൗഖ്യം കിട്ടി, പരിശുദ്ധാത്മ അഭിഷേകം കിട്ടി. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ തിരിച്ചുപോയ ആ കുടുംബം 2 മാസം കഴിഞ്ഞപ്പം ഞാൻ കാണുന്നത് ഒരു ഇൻവിറ്റേഷൻ കാർഡുമായിട്ട് മകനും അപ്പനും അമ്മയും കൂടെ വന്നിരിക്കുക. എന്താണെന്നറിയോ? ആ മകൻ്റെ വിവാഹം ഉറപ്പിച്ചു. അതിന് ക്ഷണിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നത്. ആ അപ്പനും അമ്മയും അത്ഭുതത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്. അച്ഛാ, ടെക്നോ പാർക്കിൽ ഇവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് വധുവായിട്ട് ലഭിച്ചിരിക്കുന്നത്. നാളുകളായിട്ട് ആ പെൺകുട്ടി അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ധ്യാനത്തിന് മുമ്പ് വരെ ഇത്രയും വർഷമായിട്ടും ഒരു ആലോചനയും വന്നില്ല. ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. ഏതാണ്ട് 2 ആഴ്ചക്കുള്ളിൽ ആ പെണ്ണിന്റെ വീട്ടുകാരുടെയാണ് ഇങ്ങോട്ട് ആലോചന വന്നത്. അതാണ് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. അവന് അനുയോജ്യമായിട്ടുള്ള വ്യക്തി അവൻ ജോലി ചെയ്യുന്നതായ സ്ഥലത്ത് തന്നെ കർത്താവ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ നാളുകളിൽ ഒന്നും അത് കണ്ടെത്താൻ പറ്റിയില്ല. കണ്ടെത്താൻ പറ്റാത്തതിന്റെ കാരണം എന്താ? അവൻ കഴിഞ്ഞ നാളുകളിലെ ചെയ്തു പോയ തെറ്റിനെ മറച്ചു വെച്ച് ജീവിച്ചു. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ജീവിച്ചു. അത് ദൈവത്തിനു മുമ്പിൽ ഏറ്റുപറഞ്ഞ് അനുതപിക്കാതെ അവൻ ജീവിച്ചു. എന്നാൽ അവൻ്റെ തെറ്റിനെ മനസ്സിലാക്കി അത് ദൈവത്തിനു മുമ്പിൽ ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവിൻ്റെ കരുണ ഒഴുകി അവന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുണ്ടായിരുന്ന തടസ്സത്തെ മാറ്റി ദൈവം ആ മകനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. ഞാൻ ഈ സംഭവത്തിൽ നിങ്ങളുടെ മുമ്പ് പറയുന്നത്, ഇതുപോലെ ചില തെറ്റുകളും പാപങ്ങളും മനുഷ്യന്റെ ജീവിതത്തിൽ കിടന്നാൽ ഈ തെറ്റ് വീണ്ടും വീണ്ടും തെറ്റിലേക്ക് വീണ്ടും വീണ്ടും പാപത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മൾ ഈ നോമ്പുകാലത്ത് പ്രത്യേകമായിട്ട് പരിശോധിക്കേണ്ടത്, കഴിഞ്ഞ നാളുകളിൽ ഞാൻ മറച്ചു വെച്ച് ജീവിക്കുന്ന ഏതെങ്കിലും തെറ്റുകൾ എന്നിലുണ്ടോ? കുഴപ്പമില്ല എന്ന് കരുതി ആവർത്തിച്ചാവർത്തിച്ച് ചെയ്തു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും പാപപ്രവൃത്തികളും എന്നിലുണ്ടോ? ഇത് പരിശോധിക്കണം. സ്നേഹമുള്ളവരെ, ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറക്കുകയാണ്. ഈ നാളുകളിൽ നമ്മൾ ചിന്തിച്ച് ധ്യാനിക്കേണ്ട ഒരു വ്യക്തിയാണ്. അതായത് യേശു തെരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു യൂദാസ്. തെരഞ്ഞെടുക്കുമ്പോൾ അവൻ വളരെ വിശ്വസ്തനായ ഒരു വ്യക്തി ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം യേശു സാമ്പത്തികമായ കാര്യം കൈകാര്യം ചെയ്യാൻ, പണം കൈകാര്യം ചെയ്യാൻ യൂദാസിനെയാണ് ഏൽപ്പിച്ചത് എങ്കിൽ അവൻ ആ 12 പേരിൽ വിശ്വസ്തനായി കർത്താവ് കണ്ടു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാലോ, സാധാരണ നമ്മളൊക്കെ ആണേലും പണം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കുന്നത് അത് നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളവരേ ഉള്ളൂ. കാരണം ഈ പണം കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ പിശാചിൻ്റെ ഒരു പ്രത്യേകമായ പ്രേരണ നിർബന്ധമുണ്ട്. അതായത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ബലഹീനതയുള്ള വ്യക്തിയാണ്, കട്ടെടുക്കുന്ന ഒരു പ്രവണതയുള്ള വ്യക്തിയാണ് ഏൽപ്പിച്ചെങ്കിൽ അവൻ എങ്ങനെയായിട്ടും അതിൽ നിന്ന് അവിശ്വസ്തത കാണിച്ചിരിക്കും. കാരണം അതിലൂടെ പിശാച് പിടിക്കാൻ നോക്കുന്നതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എവിടെ പറ്റി? അതായത് അവൻ ഈ പണം കൈകാര്യം ചെയ്തതായ കാര്യങ്ങളിൽ ആദ്യം ഒക്കെ ചെറിയ ചെറിയ അവിശ്വസ്തത കാണിച്ചു.
ചെറിയ ചെറിയ അവിശ്വസ്തത കാണിച്ച് അത് മറച്ചു വെച്ചു എന്നുള്ളതാണ്. കുറ്റങ്ങൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടായില്ല, പാപത്തെ മറച്ചു വയ്ക്കുന്നവന് വിജയം ഉണ്ടായില്ല, തെറ്റിനെ മറച്ചു വയ്ക്കുന്നവന് ഉയരാൻ സാധിക്കില്ല, ദുശീല പ്രവണതകളെ ഒളിച്ച് ചെയ്യുന്നവന് ഉയരാൻ സാധിക്കില്ല. നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനം. അവിടെ നമ്മൾ കാണുകയാണ്, പെസഹ തിരുനാളിന് 6 ദിവസം മുമ്പ് ഈശോ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ലാസറിന്റെ ഭവനത്തിൽ പോയി. ലാസർ വളരെ സന്തോഷത്തോടെ ഈശോയെ സ്വീകരിച്ചു. മർത്ത യേശുവിനെ പരിചരിച്ചു. അവിടെ മറിയം വളരെ വില കൂടിയ നാർദീൻ സുഗന്ധ തൈലം, ഈ തൈലം കൊണ്ട് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശി തലമുടി കൊണ്ട് തുടച്ചു. അവള് ചെയ്ത പ്രവൃത്തി ഈശോയോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്. ഈ സ്നേഹത്തിന്റെ പ്രവൃത്തി കണ്ട യൂദാസ് പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 5-6 വചനം, എന്തുകൊണ്ട് ഈ വില കൂടിയ നാർദീൻ സുഗന്ധ തൈലം 300 ദനാറായ്ക്ക് വിറ്റിട്ട് അത് പാവപ്പെട്ടവർക്ക് കൊടുത്തില്ല? പാവപ്പെട്ടവർക്ക് ഇതിന്റെ പണം കൊണ്ട് കൊടുത്ത് അവരെ രക്ഷിക്കേണ്ടതല്ലായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അത് ചെയ്തില്ല? തുടർന്ന് അടുത്ത വചനത്തിൽ പറയുകയാണ്, യൂദാസ് ഇങ്ങനെ പറഞ്ഞത് അവന് പാപങ്ങളോടുള്ള പരിഗണന കൊണ്ടല്ല, മറിച്ച് വചനം പറയുന്നു, മറിച്ച് അവൻ ഒരു കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നത് കൊണ്ടും, അടുത്തത് അവൻ അതിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് എടുത്തിരുന്നത് കൊണ്ടുമാണ്. അവന് പാപങ്ങളോടുള്ള പരിഗണന കൊണ്ടല്ല, മറിച്ച് ഒന്നാമത്തെ കാര്യം അവനൊരു കള്ളനായിരുന്നുകൊണ്ട്. ഈശോ തെരഞ്ഞെടുത്ത ശിഷ്യന്മാര് കള്ളനില്ലായിരുന്നു. യൂദാസ്കറിയാത്ത കള്ളനായിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ടല്ല ഈശോ തെരഞ്ഞെടുത്ത, അവൻ കള്ളൻ ആയിരുന്നില്ല. പക്ഷേ എങ്ങനെ അവനിൽ ഈ കളവിന്റെ പ്രവൃത്തി വന്നു? ആദ്യം ആരംഭിച്ച ചെറിയ വീഴ്ച, ചെറിയ അവിശ്വസ്തത, ചെറിയ കളവ്, അത് അവനെ വലിയ കളവിലേക്ക് എത്തിച്ചു. അപ്പോൾ ഈ പണത്തിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് എടുത്തിരുന്നത് കൊണ്ട് അവൻ ഈ പ്രവൃത്തി ഒളിച്ചു വെച്ച് മറച്ചു വെച്ച് അവൻ വലിയ തുക അതിനകത്തുനിന്ന് അടിച്ചു മാറ്റി. ആ ചെയ്ത പ്രവൃത്തിയുടെ ഏറ്റവും ഉയർന്ന ഫലമാണ് സ്വന്തം ഗുരുവിനെ പോലും 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കാൻ പ്രേരിപ്പിച്ചത്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വചനം നമ്മൾ വായിക്കുമ്പോൾ, യൂദാസ് 12 പേരിൽ, യേശുവിൻ്റെ ശിഷ്യന്മാർ 12 പേരിൽ ഒരുവനായ യൂദാസ് പ്രധാന പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, ഞങ്ങളുടെ ഗുരുവിനെ നിങ്ങൾ കേൾപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? പ്രിയപ്പെട്ടവരെ, ഈ കാര്യം അവൻ ചെയ്യാൻ കാരണം നാളുകളായിട്ട് അവൻ പാപത്തെ മറച്ചു വെച്ച് ജീവിച്ചിരുന്നതുകൊണ്ടാണ്. തന്നെ ഏൽപ്പിച്ചതായ ആ ഉത്തരവാദിത്തത്തിൽ അവിശ്വസ്തത കാണിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവന് ഗുരുവിനെ ഒറ്റിക്കൊടുത്താലും, ഗുരുവിനെ യഹൂദന്മാർ പീഡിപ്പിച്ച് കൊന്നാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പണം കിട്ടണം. തെറ്റുകൾ മറച്ചു വയ്ക്കുന്ന പ്രവണത, ഇതാ ഈശോ അവന് പല പ്രാവശ്യം മുന്നറിയിപ്പ് കൊടുത്തു. എന്നിട്ടോ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വചനത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഓരോരുത്തരും ചോദിച്ചു, കർത്താവേ, അത് ഞാനാണോ? അവസാനം
യൂദാസൻ ചോദിച്ചു, കർത്താവേ, ഞാനാണോ? ഈശോ പറഞ്ഞു, നീ അത് പറഞ്ഞു കഴിഞ്ഞു. അവൻ നീണ്ട നാളുകൾ ഈ അവിശ്വസ്തതയുടെ പ്രവൃത്തി ചെയ്തപ്പോൾ അത് അവനെ ഗുരുവിനെ പോലും ഒറ്റിക്കൊടുത്തിട്ട് കാശ് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് നയിക്കാനിടയായിത്തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 27-ാം തിരുവചനം. അന്ത്യ അത്താഴ സമയത്ത് ഈശോ അപ്പം മുക്കി യൂദാസിന് കൊടുത്തു. ആദ്യം വചനം പറയുകയാണ്, ആ അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് പിശാച് അവനിൽ പ്രവർത്തിച്ചു. ആ നാളുകളിലെല്ലാം അവൻ ചെയ്തുകൊണ്ടിരുന്ന പിശാചിന് അനുകൂലമായ പ്രവൃത്തിയായിരുന്നു. ഇതാ, ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി, അനുഗ്രഹിക്കാൻ വേണ്ടി, ശക്തിപ്പെടുത്താൻ വേണ്ടി യേശു അപ്പക്കഷ്ണം മുക്കിക്കൊടുത്തത് അത് അവനിൽ അനുഗ്രഹത്തിന്റെ അടയാളമായല്ല, ശക്തിയുടെ അടയാളമായല്ല, സൗഖ്യത്തിന്റെ അടയാളമായല്ല, രക്ഷയുടെ അടയാളമായല്ല മാറിയത്. അതേ തുടർന്ന് പിശാച് അവനിൽ കൂടുതൽ പ്രവർത്തിക്കാൻ കാരണമായി തീർന്നു. വചനം പറയുന്നത്, യൂദാസ് അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് പിശാച് അവനിൽ പ്രവേശിച്ചു. അവൻ പുറത്തുപോയി യേശുവിനെ ഒറ്റിക്കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് ചിന്തിച്ചു തുടങ്ങി. ഇനി ഇതിന്റെ വെളിച്ചത്തിൽ നമ്മൾ നേരെ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 11-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വചനങ്ങൾ വായിക്കൂ. അതായത് യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആരെങ്കിലും യോഗ്യതയില്ലാതെ കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവിടുത്തെ രക്തത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. ഇങ്ങനെ യോഗ്യതയില്ലാതെ യൂദാസ് സ്വീകരിച്ചതുപോലെ സ്വീകരിച്ചാൽ അതിൻ്റെ തിക്തഫലം എന്താ? അതാണ് വചനത്തിൽ പറയുന്നത്. 1 കൊരിന്തോസ് 11-ാം അധ്യായത്തിന്റെ 30-ാം തിരുവചനം. അതിനാൽ ചിലർ രോഗികളും ചിലർ ബലഹീനരും ചിലർ മരിച്ചു പോകാനും കാരണമായി തീരുന്നുണ്ട്. ഞാനും നിങ്ങളും അനുദിന ബലിയിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഞാൻ ഏതെങ്കിലും ഗൗരവമായ തെറ്റ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലഘുപാപമുണ്ട്, മാരകപാപമുണ്ട്. ലഘുപാപം എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ കുർബാന ഒരു കൂദാശയിലൂടെയാണ്. വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ അനുതാപ ശുശ്രൂഷ ടൈമുണ്ട്. ഈ അനുതാപ ശുശ്രൂഷ സമയത്ത് ഞാൻ എൻ്റെ അയോഗ്യതകളെ, കുറവുകളെ, ലഘുപാപത്തെ അനുതപിച്ച് ആ സമയം ഞാൻ കർത്താവിന് മുമ്പിൽ ഏറ്റു പറഞ്ഞാൽ എൻ്റെ ലഘുപാപത്തെ കർത്താവ് കഴിക്കളയും. ലഘുപാപം ഓർക്കുക, അടുത്ത കുമ്പസാരം വരെ ഞാൻ ഓരോ വിശുദ്ധ കുർബാനയിലും എൻ്റെ ലഘുപാപങ്ങളെല്ലാം കഴുകിക്കളയപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ ഈ കുമ്പസാരിക്കണം എന്നല്ല അർത്ഥം. മറിച്ച് ഓരോ വിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് നിന്നിൽ ഏതെങ്കിലും അശുദ്ധി, അയോഗ്യത, ചെറിയ കുറവുകളുണ്ടെങ്കിൽ അത് അനുതാപ ശുശ്രൂഷയിൽ നീ അനുതാപത്തോടെ ഏറ്റു പറഞ്ഞാൽ നിനക്ക് യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ശരീരത്തിന്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്നതായ മാരകപാപം, ശരീരത്തിന്റെ വിശുദ്ധിക്ക് മലിനപ്പെടുത്തുന്ന പാപം ചെയ്തിട്ട്, ഉദാഹരണത്തിന് ശരീരത്തിന്റെ വിശുദ്ധിയെ നശിപ്പിക്കുന്ന പുകവലി, മദ്യപാനം, അതുപോലെ മറ്റു ദുശീലത്തിന്റെ പ്രവൃത്തികൾ. എന്താണ് ഈ പ്രവൃത്തികളുടെ പ്രത്യേകത? ഈ പാപപ്രവൃത്തികളുടെ പ്രത്യേകത, ഈ പാപപ്രവൃത്തികൾ ഓരോന്നും ശരീരത്തെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, പുകവലിയായാലും മദ്യപാനായാലും ദുശീലത്തിന് അതിനെല്ലാം പുറത്ത് മുന്നറിയിപ്പുണ്ട്, ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഉപാധികൾ ഉപയോഗിച്ചാൽ അതുമൂലം ശരീരത്തെ നശിപ്പിക്കാം. ഈ ശരീരത്തെ നശിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്ത ശേഷം ശരീരത്തിൽ വിശുദ്ധിയില്ലാതെ നീ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നിന്നിലേക്ക് യേശുവായിരിക്കല കടന്നു വരുന്നത്. അപ്പക്കഷ്ണം മുക്കി യൂദാസിന് കൊടുത്തപ്പോൾ അവനിൽ
പിശാച് കയറി എന്ന് പറയുന്നു. അതേപോലെ നമുക്ക് വിശുദ്ധി ഇല്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ആ വിശുദ്ധ കുർബാനയിൽ നമ്മളെ വിശുദ്ധീകരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് പിശാചിന്റെ പ്രവൃത്തി കൂടുതൽ കൂടുതൽ കഠിനമായി തീരാൻ കാരണമാകും. അതുകൊണ്ട് വചനം പറയുകയാണ്, ആത്മപരിശോധന ചെയ്തിട്ടല്ലാതെ നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കരുത്. ഞാൻ ഒരു പ്രാവശ്യം അയോഗ്യതയിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ഈ അയോഗ്യത എന്നെ വീണ്ടും വീണ്ടും അയോഗ്യനാക്കി തീർക്കും. അതുകൊണ്ട് യോഗ്യതയോടുകൂടെ മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഓർക്കുക, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന്, പാപത്തെ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല. അവ ഉപേക്ഷിച്ച് അത് പരിത്യജിച്ച് ചെയ്യാലെന്ന് തീരുമാനമെടുത്ത് കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുന്നവന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ കരുണ ലഭിക്കേണ്ട നാളുകളാണ് ഈ നോമ്പുകാലത്തിൻ്റെ നാളുകൾ. അതിനാൽ നിന്റെ ഇന്നലകളിലെ തെറ്റുകളും കുറ്റങ്ങളും എത്ര വലുതാണെങ്കിലും അനുതപിച്ച് കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞാൽ കർത്താവിൻ്റെ അതിരറ്റ കരുണ നിന്റെ പാപത്തെ കഴുകി നിന്നെ വിശുദ്ധീകരിച്ച് നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റും. കർത്താവേ, തെറ്റിപ്പോയി എന്ന് പറയാൻ നിനക്ക് സാധിക്കണം. ഇതാ നമ്മൾ ജോഷുവ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 6, 7 അധ്യായങ്ങൾ വായിച്ചാൽ അവിടെ ജെറീക്കോ കോട്ട തകർത്ത് അവിടെ ദൈവം ഇസ്രായേലിന് ജെറീക്കോ പട്ടണം കൊടുക്കുക. അതിനുശേഷം ആയി പട്ടണം അത് കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ജെറീക്കോ പട്ടണം കീഴ്പ്പെടുത്താൻ വേണ്ടി പോയ അത്രയൊന്നും ആൾക്കാർ ആവശ്യമില്ല, ഒരു 3000 പേര് പോയാൽ മതി തീരുമാനിച്ചു. പക്ഷേ അതിനെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. ആക്രമിക്കാൻ പോയിട്ട് പരാജയപ്പെട്ടു. മോശ അവിടെ ദൈവത്തിന് മുമ്പിൽ കരഞ്ഞ് വസ്ത്രം കീറി ശിരസിൽ പൂഴി വിതറി കണ്ണീരോടെ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, നിഷിദ്ധമായത് എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കരുത് എന്ന് പറഞ്ഞതായ കാര്യം നിങ്ങൾ ജെറീക്കോയിൽ നിന്ന് എടുത്തു. ആഖാൻ എന്ന് പറയുന്ന വ്യക്തി അവൻ നിഷിദ്ധമായ വസ്തുക്കളെ സൂക്ഷിച്ചു വെച്ചു. അതുകൊണ്ട് അവർക്ക് വിജയം വരിക്കാൻ പറ്റിയില്ല. അതാണ് ആഖാന്റെ പാപം എന്ന് പറയുന്നത്. കർത്താവ് അനുവദിക്കാത്തത്, കർത്താവ് ആശീർവദിക്കാത്തത്, കർത്താവ് തരാത്തത് എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ജോലി മേഖലയിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നിഷിദ്ധമായതാണ്. അതിനെ നീ കളയാതെ നിനക്ക് ദൈവത്തിന്റെ അനുഗ്രഹത്തെ സ്വീകരിക്കാൻ പറ്റിയല്ല. ദൈവം തരാത്ത എന്തെങ്കിലും എൻ്റെ ഉള്ളിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജോലി മേഖലയിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ദൈവം ആശീർവദിക്കാത്തത്, ദൈവം അനുഗ്രഹിക്കാത്തത് എന്തെങ്കിലും ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടോ? അതിനെ ഉപേക്ഷിച്ച് വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ദി ലോർഡ്.